Hello. Welcome to market discussion of the day. Today, March 3rd, 2026. ട്യൂസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് അടുത്ത തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ചെറുതായിട്ടൊന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അടുത്ത മൺഡേ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ബേസിക്സ് അറിയണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. 7 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. രാത്രി 8:30 മണിക്കായിരിക്കും ഈ ഒരു ക്ലാസ്സസ് നടക്കുന്നത്. ഓക്കെ. സോ എന്തായാലും ക്ലാസ്സസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർക്കും എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ച് പോകാവുന്നതുമാണ്. ഓക്കെ. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്കറിയാം ഒരുപാട് ബഹുലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇന്നും കുറച്ച് ലേറ്റായിട്ടാണ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് വന്നത്. സോ നിങ്ങൾക്ക് മാർക്കറ്റ് ഡിസ്കഷൻ ലെവൽസ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ചില ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു പ്രോപ്പർ ടൈമിങ്ങിൽ ചെയ്യാൻ പറ്റണം എന്നില്ല. ഓക്കെ. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതിന് മുന്നേ ആയിട്ട് തന്നെ യൂറോപ്പ് സെഷൻ ഓപ്പൺ ആവുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ലെവൽസ് എഴുതി പോകുന്നതുമാണ്. നിങ്ങൾക്ക് റെഫർ ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ. സോ മാക്സിമം ഞാൻ ഈ ഒരു ടൈമിന് മുന്നേ ആയിട്ട് യൂറോപ്പ് ഓപ്പൺ ആവുന്നതിന് മുന്നേ ആയിട്ട് തന്നെ മാർക്കറ്റ് ഡിസ്കഷൻ ഇടാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനിപ്പം ഇന്ത്യയിലാണുള്ളത്. വൈഫിൻ്റെ ഡെലിവറി ആയിട്ട് വന്നതാണ്. സോ അതുകൊണ്ടിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പം കുറച്ച് ലേറ്റ് ആവുന്നതാണ് ആക്ച്വലി. ഓക്കെ. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് ഒരുപാട് ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഈ വീക്കെൻഡിൽ നടന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ഇറാനെ US-ഉം ഇസ്രയേലും കൂടി ആക്രമിച്ചു. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. മിഡിൽ ഈസ്റ്റ് നിന്ന് കത്തുകയാണ് അല്ലേ. സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാം. ഓക്കെ. സോ നമ്മുടെ ഇറാൻ്റെ സുപ്രീം മിനിസ്റ്റർ അലി ഖമാനിയെ വധിക്കുകയുണ്ടായി. സോ അത് വലിയ രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ ഇറാനിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇറാൻ പല മിഡിൽ ഈസ്റ്റ് കൺട്രീസിനെയും നല്ല രീതിയിൽ ആക്രമിക്കുന്നുണ്ട്. അവിടുത്തെ US ബേസുകൾ തകർക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇറാൻ എന്ന് പറയുന്നത്. സോ അത് വലിയ രീതിയിലുള്ള ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ബേസിക്കലി ഇറാൻ ഇതിനെ ഇങ്ങനൊരു സ്ട്രൈക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്ന വേൾഡിലെ തന്നെ 20-30% ഓഫ് ഓയിൽ ഒഴുകുന്ന ആ ഒരു ഇറാൻ്റെ അധീനതയിലുള്ള ആ ഒരു സ്ഥലം ബ്ലോക്ക് ചെയ്യും എന്നുള്ളൊരു കാര്യം. അത് ആ ഒരു ബ്ലോക്കേജ് അനൗൺസ് ചെയ്തു ഇറാൻ. ഓക്കെ. സോ അത് ബേസിക്കലി ഗ്ലോബൽ ഓയിലിൻ്റെ പ്രൈസ് 20-30% ആണ് കൂട്ടിയത്. സോ ഇന്നലെ നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 65 നിന്ന് വെള്ളിയാഴ്ച അവസാനിച്ച ഓയിലിൻ്റെ പ്രൈസ് 75 സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് 20% മുകളിലായിട്ട് വേൾഡ് ഓയിലിൻ്റെ പ്രൈസിന് ഇൻക്രീസ് ഉണ്ടായി എന്നുള്ളൊരു കാര്യം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഗോൾഡ് ഇന്നലെ റൈസ് ചെയ്തത് ഓൾമോസ്റ്റ് 2% ആണ്. ഓക്കെ. ഇതൊക്കെ വളരെ വലിയൊരു അൺസർട്ടനിറ്റി ഉണ്ടാവുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓയിലിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഇൻഫ്ലേഷൻ കൂടും എന്നുള്ളതാണ് മീനിങ് അല്ലേ. സോ ഓയിലാണ് അല്ലെങ്കിൽ അപ്പോൾ അതിനൊരു ഹെഡ്ജ് പ്രോഡക്റ്റ് ആയിട്ടാണ് ആക്ച്വലി ഗോൾഡ് നിൽക്കുന്നത്. സോ ഈ പറയുന്ന ഓയിലിൻ്റെ പ്രൈസ് 85 മുകളിലോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഗോൾഡും വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ആകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഈ ഒരു അൺസർട്ടനിറ്റിയിൽ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഒരുപാട് സെൽ ഓഫുകൾ നടന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നടക്കുന്നത്. ഈ വാർ എന്തായി തീരും എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് നമുക്കറിയില്ല. സോ അതിൻ്റെ ഇടയ്ക്കാണ് UK ഡയറക്റ്റ്ലി ഈ ഒരു UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമർ പ്രതികരിച്ചത്. അവരുടെ നേവൽ ബേസും നേവൽ ബേസ് ഇവർക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ US-നും ഇറാനും യൂസ് ചെയ്യാം. അതേപോലെ അവർ എല്ലാ രീതിയിലുള്ള ഹെൽപ്പിനും ഇറാനെ തകർക്കാനായിട്ടുണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. സോ അതിൽ ബേസിക്കലി സംഭവിച്ചത് നമ്മുടെ GBP USD-യുടെ റേറ്റ് താഴോട്ട് പോകുന്ന ഒരു ചിത്രവും നമ്മൾ കണ്ടു അല്ലേ. സോ ഓൾമോസ്റ്റ് 1.3500 അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയ്ക്ക് 1.3600 നിന്നുകൊണ്ടിരുന്ന നമ്മുടെ ഈ GBP USD ഓൾമോസ്റ്റ് 300 പിപ്പുകൾ താഴെ ആണ്
ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ഓൾമോസ്റ്റ് 300 പിപ്പ് താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ബേസിക്കലി ഇതെല്ലാം GBPനെയും ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളുടെ UK ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് കാരണം, ഈ ഒരു വാറിലുള്ള ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് കാരണം നമ്മുടെ GBPനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ അതുകൊണ്ടിട്ട് GBPയിലൊക്കെ ട്രേഡ് ചെയ്യുമ്പം ഒന്ന് സൂക്ഷിച്ച് ട്രേഡ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെയൊക്കെ പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ പറയുക, നിങ്ങൾ ആരെങ്കിലുമൊക്കെ പുതിയ വേറെ ബ്രോക്കർ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാ രീതിയിലുള്ള റെഗുലേഷനുള്ളൊരു ബ്രോക്കറാണ്. സോ UK ബേസ് UAE ബേസ് ചെയ്തിട്ടുള്ള CMAയുടെ റെഗുലേഷൻ, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ട് ASICയുടെ റെഗുലേഷൻ, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ട് FSCയുടെ റെഗുലേഷനുള്ളൊരു ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, $100,000 വരെ ലോയിഡ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് UKയിലുള്ള നമ്പർ 1 ബാങ്കാണ്. അവർ ഇൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സ്പോൺസർഷിപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്പോൺസർഷിപ്പ്, അതേപോലെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് സ്പോൺസർ ചെയ്യുന്നുണ്ട് UAE ടീമിനെ. ഓക്കെ, അങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പുകളുള്ള ഒരു കമ്പനിയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. PFL സ്പോൺസർ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ കമ്പനി ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആസ് എ ട്രേഡർ നമുക്കൊരു എക്സ്ട്രാ പൈസ നമുക്ക് കമ്പനി തരാണ് ട്രേഡ് ചെയ്യാനായിട്ട്. ആദ്യത്തെ $500 50% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസുമാണ് കമ്പനി തരുന്നത്. ഓക്കെ, സോ ഇത് യൂറോപ്യൻ ക്ലയൻസ് ആണ് എങ്കിൽ അടുത്ത $1,000 100% ബോണസും, അതിൻ്റെ മുകളിലുള്ള എത്രയാണെങ്കിലും അതിൻ്റെ 20% ബോണസും. എപ്പോഴൊക്കെ നമ്മൾ പൈസ ഇടുന്നു അപ്പോഴൊക്കെ നമുക്ക് ബോണസ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPYയിലോട്ട് വരാം. USD JPY ബേസിക്കലി ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ട്രെൻഡാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ 157.279 നിൽക്കുന്നു. ഇന്നലെ ഹൈ പോയപ്പോൾ 157.70 അവിടെയൊക്കെയാണ് മാർക്കറ്റ് പോയത്, അല്ലേ? സോ ബേസിക്കലി നമുക്ക് 2 ഓപ്പർച്യൂണിറ്റി എടുക്കാം. ഒന്ന്, നമുക്കൊരു പുൾ ബാക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ 156.30 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് പ്രോപ്പറായിട്ടൊരു സപ്പോർട്ട് ഉണ്ടാവുകയും അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അവിടെ നമ്മൾ ബൈ ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് 155.80 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസും, ടേക്ക് പ്രോഫിറ്റ് 157.20 അവിടെ, അല്ലെങ്കിൽ 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റും വെച്ച് പോവാം. ഓക്കെ, ഇല്ലാത്ത പക്ഷം നമുക്ക് ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ 157.50 മുകളിലായിട്ട് 1 അവർ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, വെറുതെ ഏതെങ്കിലും ഒരു 1 അവർ ക്യാൻഡിൽ ഐദർ ഇറ്റ് ഷുഡ് ബി ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിൻ്റെയോ മാർക്കറ്റ് ക്ലോസിങ്ങിൻ്റെയോ 1 അവർ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ മാർക്കറ്റ് ഓപ്പണിങ്ങും മാർക്കറ്റ് ക്ലോസിങ്ങും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, അല്ലേ? സോ അല്ലെങ്കിൽ ഒരു 4 അവർ ക്യാൻഡിൽ അതിൻ്റെ മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ ഉറപ്പായിട്ടും 157 മുകളിലായിട്ട് നമുക്ക് 157.50 മുകളിലായിട്ട് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് 157.10 താഴെയായിട്ട് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് 158.40 അവിടെയൊക്കെ ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോകണം. ഇല്ലെങ്കിൽ 1:1.5 റേഷ്യോയിൽ വെക്കുന്നത് കൊണ്ടിട്ടും തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി എനിക്ക് നമ്മുടെ USD JPYയിൽ പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഇന്ന് കിട്ടാൻ ചാൻസ് ഉള്ളത് ആ ബ്രേക്കൗട്ട് വരുന്ന സമയത്തായിരിക്കും. 157.50 മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന, അല്ലെങ്കിൽ അവിടെ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു സമയത്തായിരിക്കാം നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് എന്നുള്ളതാണ് എനിക്ക് പ്രതീക്ഷ. ഓക്കെ, സോ നേരെ നമ്മൾ GBP/USD വരുമ്പോൾ, GBP/USD ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.3344 നമുക്ക് GBP/USD നിൽക്കുന്നു. സോ 2 ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അതിനകത്ത് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഒരു പുൾ ബാക്ക് കിട്ടിയാൽ ബെയറിഷ് ആണ് ബേസിക്കലി നമ്മുടെ GBP/USD എല്ലാം കൊണ്ടും. ഓക്കെ, സോ 1.3410 അവിടെയൊക്കെ, അല്ലെങ്കിൽ 3400 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അവിടെ പ്രോപ്പറായിട്ട് റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. സ്റ്റോപ്പ് ലോസ് 1.3460 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസും, ടേക്ക് പ്രോഫിറ്റ് 1.3350 അല്ലെങ്കിൽ 1:1.5 റേഷ്യോൻ്റെ അവിടെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെക്കുകയും ചെയ്യാം. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും GBP/USDയിൽ ഇന്നത്തെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ബ്രേക്കൗട്ട് തന്നെയായിരിക്കും. 1.3340 ബ്രേക്ക് ചെയ്ത് താഴെ സ്റ്റാർട്ട് ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് അവിടുന്ന്
എന്ത് ചെയ്യാം, നമുക്ക് അവിടുന്ന് ഒരു സെൽ ഓഫ് ചെയ്യുന്ന കാര്യവും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. 1.3390 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ്, 1.3280 അവിടെയൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നേരെ യൂറോ USDയിലോട്ട് പോകാം. യൂറോ USD ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.1654 നിൽക്കുന്നു. സോ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് പുൾ ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ 1.1710 റേഞ്ച് അല്ലെ 1.1700 റേഞ്ചിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സെല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 1.1750 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് 1.1660 അവിടെ അല്ലെങ്കിൽ 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ യൂറോയിലും ബെറ്റർ എൻട്രി എന്ന് പറയുന്നത് ബ്രേക്ക് ഔട്ട് തന്നെയാണ്. ഓക്കെ, സോ ബ്രേക്ക് ഔട്ട് എൻട്രി എന്ന് പറയുമ്പോൾ 1.1640 താഴെയായിട്ട് നമുക്ക് പുതിയ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്തത് കണ്ടാൽ അവിടെ നമുക്ക് സെൽ എൻട്രി എടുത്ത് പോകുന്നതായിരിക്കും ബെറ്റർ. സ്റ്റോപ്പ് ലോസ് 1.1685 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ടേക്ക് പ്രോഫിറ്റ് 1.1590 അല്ലെങ്കിൽ 1:1.5 റേഷ്യോയിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റും വെച്ച് പോവുകയും ചെയ്യാം. സോ ബെറ്റർ എൻട്രി എപ്പോഴും ഇതിനകത്തും കൂടുതൽ ചാൻസ് ഉള്ള എൻട്രിയും ബ്രേക്ക് ഔട്ട് എൻട്രി ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് പോകാം. ഗോൾഡ് ഹൈലി വോളറ്റൈലാണ്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ബ്രേക്ക് ഔട്ടിനെക്കാട്ടിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റി പുൾ ബാക്ക് കിട്ടുന്നത് തന്നെയാണ്. സോ പുൾ ബാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ താഴെ 5290 5280 റേഞ്ചിൽ നമുക്ക് മാർക്കറ്റ് വീണ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ ചെയ്യുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് സ്റ്റോപ്പ് ലോസ് 5275 താഴെ അല്ലെങ്കിൽ 5290-80 ആ റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, സോ 75 താഴെയായിട്ട് ടൈറ്റായിട്ട് വെക്കാം, ഇല്ലെങ്കിൽ 60 താഴെയായിട്ട് നമ്മൾ വെക്കേണ്ടി വരും. ഓക്കെ, സോ 60 താഴെ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു സേഫായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരിക ഓൾമോസ്റ്റ് 60 താഴെയായിട്ട്. അത് വലിയൊരു സ്റ്റോപ്പ് ലോസ് ആയി ഇപ്പോൾ 30 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലും നല്ലത് 60 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്തൊരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം കൂടെ എനിക്ക് മനസ്സിലാക്കുക. 60 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ്. ഇല്ലാത്ത പക്ഷം 75 താഴെ ടൈറ്റായിട്ട് വെക്കുന്നത് കൊണ്ടും തെറ്റില്ല. പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകാനായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ അടിച്ചു പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടിട്ട് 60 താഴെ തന്നെ വെക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കൊരു ബ്രേക്ക് ഔട്ട് എൻട്രിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നലത്തെ ഹൈയുടെ മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ 4410 മുകളിലായിട്ടൊക്കെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണം. സോ അതിന് എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടാവണം അല്ലേ. സോ എന്നാൽ മാത്രമേ അങ്ങനൊരു സംഭവം ഉണ്ടാവത്തുള്ളൂ. സോ അത് അങ്ങനെ ആ ഒരു പോസിബിലിറ്റിയും വളരെ കുറവാണ് നടക്കാനായിട്ടുള്ള. സോ എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഗോൾഡ് ഭയങ്കര വോളറ്റൈലായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ എന്താ പറയുക നോക്കി ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഇപ്പം ഞാൻ കൂടുതലും കറൻസീസിൽ ട്രേഡ് ചെയ്യുന്നതാണ്. ഈ ഇടയായിട്ട് ഞാൻ കൂടുതലും ഡിസിഷൻസ് എടുക്കുന്ന ഒരു നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ ഒരു പെയ്ഡ് ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ്. സോ ആ ഇൻഡിക്കേറ്റർ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഇങ്ങനെ ബൈ സെൽ സിഗ്നൽസ് തരും. സോ 1 ഹവറിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മോർ ദാൻ 80% നമുക്കൊരു അക്യുറസി തരുന്ന ഒരു ഇൻഡിക്കേറ്ററാണിത്. ഓക്കെ, സോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയാനായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.